ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹ് അല്ലദീ അല്ലമ ബിൽ ഖലം അല്ലമൽ ഇൻസാന മാ ലം യഅലം. പ്രിയപ്പെട്ട അൽ ഹിക്മ ദർസ ഹദീസിലെ പഠിതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മുടെ ഈ കൂടിയിരുത്തം അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു അമലു സ്വാലിഹാത്തായി സ്വീകരിക്കുമാറാകട്ടെ. നമ്മൾ ദർസ ഹദീസിലൂടെ റിയാദുസ് സ്വാലിഹിലെ ഹദീസുകളാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മളെപ്പോഴും പറയുന്ന പോലെ തന്നെ ഇതൊരു നമ്മൾ പരീക്ഷ എഴുതുവാൻ വേണ്ടിയുള്ള ഒരു പഠനമല്ല. പല ഹദീസുകളും നമ്മൾ മുമ്പ് കേട്ടതും മനസ്സിലാക്കിയതുമായ ഹദീസുകളാണ്. എന്നാൽ ഇത് നമ്മുടെ ജീവിതത്തെ എല്ലാ ദിവസവും പുതുക്കിപ്പണിയുന്ന ഒരു ഹദീസ് പഠനമാണ്. അതാണ് നമ്മൾ ഇതിൻ്റെ ഉദ്ദേശിക്കുന്നത്. എല്ലാ ദിവസവും രാവിലെ ഒരു ഹദീസ് കൊണ്ട് തുടങ്ങാം. അഥവാ എൻ്റെ സ്വർഗത്തിന് വേണ്ടി നിരന്തരം നിർബന്ധിച്ചു കൊണ്ടിരിക്കുന്ന ഒരു പ്ലാറ്റ്ഫോമിൻ്റെ പേരാണ് യഥാർത്ഥത്തിൽ ദർസെ ഹദീസ് എന്ന് പറയുന്നത്. എൻ്റെ സ്വർഗത്തിന് വേണ്ടി എന്നെ നിർബന്ധിക്കുന്ന അങ്ങനെയുള്ള ഒരുപാട് ഹദീസുകളാണ് നമ്മൾ നിരന്തരമായി പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എൻ്റെ ജീവിതത്തെ തിരുത്തി വായിക്കുവാൻ പറ്റിയ ഒരു പ്ലാറ്റ്ഫോമാണ്. ആ നിലയിലാണ് നമ്മളെല്ലാവരും ദർസ ഹദീസിൽ കേട്ടുകൊണ്ടിരിക്കുന്നത്, പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതല്ലാതെ ഇതൊരു പരീക്ഷ എഴുതുവാൻ വേണ്ടിയൊന്നുമല്ല. അത്തരത്തിലുള്ള ഹദീസുകളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഓരോ ദിവസവും. ഇപ്പം നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് മനുഷ്യനും തമ്മിലുള്ള ബന്ധത്തിൻ്റെ പ്രാധാന്യം പറയുന്ന ഹദീസുകളാണ്. വിനയത്തെക്കുറിച്ച് പറഞ്ഞു, വിവേകത്തെക്കുറിച്ച് പറഞ്ഞു. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ക്ഷമയെക്കുറിച്ചാണ്. ഇതൊക്കെ മനുഷ്യനും തമ്മിലുള്ള ബന്ധം കുളിരുള്ളതാകുമ്പോഴാണ് നമ്മുടെ സ്വർഗത്തിലേക്കുള്ള വഴി എളുപ്പമാകുന്നത്. അങ്ങനെ സ്വർഗത്തിലേക്കുള്ള വഴി എളുപ്പമാക്കുന്ന ഒരു ഹദീസുകളാണ്. ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം മനുഷ്യനും തമ്മിലുള്ള ബന്ധത്തിന് ചില സന്ദർഭങ്ങളിൽ അള്ളാഹും മനുഷ്യനും തമ്മിലുള്ള ബന്ധത്തേക്കാൾ പ്രാധാന്യം കൊടുക്കുന്നുണ്ടോ എന്ന് തോന്നിപ്പോകും. അത്രമാത്രം ശക്തമാണത്. അപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ വളരെ വേഗത്തിൽ നിങ്ങൾക്ക് മനസ്സിലാവും. നമ്മളെല്ലാവരും മരണപ്പെടും. മരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജനാസ പള്ളിയിലേക്ക് കൊണ്ടുപോയി വെക്കും. ആ പള്ളിയിൽ വെച്ചിട്ട് ഓരോ ജനാസയും പള്ളിയിൽ വെച്ചുകൊണ്ട് അവിടുന്ന് പറയുന്നൊരു വർത്തമാനമുണ്ട്. ഈ മനുഷ്യൻ ആരോടെങ്കിലും എന്തെങ്കിലും വെറുപ്പുള്ള വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ക്ഷമിച്ചു കൊടുക്കണം, അത് പുറത്തു കൊടുക്കണം, വിട്ടുകൊടുക്കണം എന്നുള്ളത്. അതുപോലെ തന്നെ ഈ മനുഷ്യൻ ആർക്കെങ്കിലും ഒരു 10 രൂപ കടം കൊടുക്കാനുണ്ടെങ്കിൽ, എന്തെങ്കിലും ഒന്ന് കടം വീട്ടാനുണ്ടെങ്കിൽ അത് അവരുടെ മക്കൾ വാപ്പ ഏറ്റെടുത്തിട്ടുണ്ട് എന്ന് പറയും, അല്ലേ? ഈ വാക്ക് നമ്മളെല്ലാവരും കേൾക്കുന്ന വാക്കാണ്. എന്നാൽ ഇതേ മനുഷ്യൻ ഒരു പക്ഷേ അന്ന് ളുഹർ നമസ്കരിക്കാതായിരിക്കും മരിച്ചിട്ടുണ്ടാവുക. പക്ഷേ ആ വർത്തമാനമല്ല അവിടെ പറയുന്നത്. അയാൾ ആരും ളുഹർ നമസ്കരിച്ചിട്ടില്ല, ഈ മനുഷ്യൻ ആരെങ്കിലും ഇയാൾക്ക് വേണ്ടി ഒന്ന് ളുഹർ നമസ്കരിച്ചു കൊടുക്കണം, എന്നിട്ടേ ഇതിനെ ഖബറിലേക്ക് ഇറക്കാൻ പറ്റുള്ളൂ എന്നുള്ളതല്ല പറയുന്നത്. എന്താണ്? ഈ ജനാസയെ ഖബറിലേക്ക് ഇറക്കണമെങ്കിൽ ഇയാൾക്ക് പുറത്തു കൊടുക്കണം, അല്ലെങ്കിൽ എല്ലാവരും ഇയാൾക്ക് കടം തരാനുള്ളൊക്കെ ഇയാളുടെ വാപ്പയോ മക്കളോ ആരെങ്കിലും ഏറ്റെടുക്കണം എന്നുള്ളതാണ്. അപ്പം ഇങ്ങനെയാണ് മനുഷ്യനും തമ്മിലുള്ള ബന്ധത്തിന് പ്രാധാന്യം നൽകുന്നത് എന്നുള്ളതാണ്. ഒരു പക്ഷേ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ബന്ധമൊക്കെ തകർത്ത് കളയുന്ന ഒരുപാട് അനുഭവങ്ങളുണ്ടാക്കും. നമ്മളെപ്പറ്റി ഒരുപാട് ഈബത്ത്, നമീമത്ത്, അല്ലെങ്കിൽ പരിഹാസങ്ങൾ, പരദൂഷണങ്ങൾ, ഇതൊക്കെ പറഞ്ഞു നടക്കുന്ന പല ആളുകളും നമ്മുടെ കുടുംബത്തിൽ തന്നെ ഉണ്ടാകും, അല്ലെങ്കിൽ നമ്മുടെ കൂട്ടത്തിലുണ്ടാകും, എല്ലാം ഉണ്ടാകും. ഇത് അനുഭവിക്കുകയും ചെയ്യും നമ്മൾ. അവിടെയൊക്കെ നമ്മുടെ മനസ്സിനെ നിയന്ത്രിക്കാൻ കഴിഞ്ഞാലേ നമുക്കതിന് സാധിക്കുകയുള്ളൂ എന്നുള്ള. ഇനി ഈ ഹദീസിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യം, ഹദീസിലേക്ക് പ്രവേശിക്കാം. നമ്മൾ കേട്ടൊരു ഹദീസ് തന്നെയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അത് നമ്മളെ വീണ്ടും ആവർത്തിച്ച് കേൾക്കുമ്പോൾ നമ്മൾക്ക് നമ്മുടെ ജീവിതത്തെക്കുറിച്ചൊന്ന് ആലോചിക്കാൻ വേണ്ടിയാണ്. വഅൻ അബീ ഹുറൈറത റളിയല്ലാഹു അൻഹു, അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു നിവേദനം, അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഖാല, അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാല, അല്ലാഹുവിൻ്റെ റസൂൽ പറഞ്ഞു, ലൈസ ഷദീദു ശക്തനല്ല, ബിസുർഅത്തിൻ മൽപ്പിടുത്തക്കാരനല്ല ശക്തൻ, ഇന്നമ ഷദീദു നിശ്ചയം യഥാർത്ഥ ശക്തൻ എന്ന് പറയുന്നത് അല്ലദീ യംലികു നഫ്സഹു ഇൻദൽ ഒളബി, അല്ലദീ എങ്ങനെയുള്ളവനാണ്, യംലികു നഫ്സഹു അവൻ്റെ നഫ്സിനെ നിയന്ത്രിക്കുന്നവനാണ്, ഇൻദൽ ഒളബി ദേഷ്യത്തിൻ്റെ സമയത്ത്. ഇതിൽ അറിയാത്ത വാക്കുകൾ വളരെ കുറവായിരിക്കും. സുർഅത്ത് എന്ന് പറഞ്ഞാൽ മൽപ്പിടുത്തക്കാരൻ, ഒളബ് എന്ന് പറഞ്ഞാൽ കോപം, അതുപോലെ തന്നെ മലക്ക എന്ന് പറഞ്ഞാൽ നിയന്ത്രിച്ചു എന്നാണ് അർത്ഥം. അപ്പം ഇങ്ങനെ ഈ ഹദീസ് നമ്മൾ കേട്ടതാണ്. ഈ ഹദീസിലും നമുക്ക് നമ്മുടെ ജീവിതത്തെ തിരുത്തി വായിക്കുവാനുള്ള വളരെ ശക്തമായ, നമ്മുടെ ജീവിതത്തെ തന്നെ നിയന്ത്രിക്കുവാൻ സാധിക്കുന്ന ഒരു സ്വഭാവമാണ് ഈ പറയുന്ന സ്വഭാവം എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞു, നമ്മളെക്കുറിച്ച് ഗീബത്തും നമീമത്തും ഒക്കെ പറയുന്നവരുണ്ടാകും.
നമ്മുടെ കുടുംബത്തിൽ തന്നെ ഉണ്ടാവും. നമ്മളതിൻ്റെ പേരിൽ ഒരുപാട് നാണം കെട്ടിട്ടുണ്ടാകാം. അതൊക്കെ നമ്മളെ പറ്റിയുള്ള ആരോപണങ്ങളൊക്കെ നമുക്ക് വേണമെങ്കിൽ തിരുത്താം. പക്ഷേ നമ്മുടെ കോപം അവിടെ പ്രകടിപ്പിക്കരുത്. അയാളെ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളുകൾ ഒരുപക്ഷേ നമ്മുടെ കുടുംബത്തിലുണ്ടാകും, നമ്മുടെ കൂട്ടത്തിലുണ്ടാകും, നമ്മുടെ നാട്ടിലുണ്ടാകാം. നമ്മുടെ ഇടപെടുന്ന ഇടങ്ങളിലൊക്കെ അങ്ങനെയുള്ള ആളുകളെയൊക്കെ നമ്മൾ കണ്ടുമുട്ടിയെന്ന് വരും. പക്ഷെ അവരുടെ കാര്യം അള്ളാഹുവിലേക്ക് വിട്ടുകൊടുക്കുക. അള്ളാഹുവാണ്, അവർക്ക് ശക്തമായ ശിക്ഷയാണ് അവർക്കുള്ളത്. അതുകൊണ്ട് തന്നെ അതവർ വിട്ടുകൊടുക്കുക. എന്നിട്ട് നമ്മുടെ മനസ്സിനെ നമ്മൾ നിയന്ത്രിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. അതുപോലെ അവരെപ്പോലെ തന്നെ നമ്മളാവുക എന്നുള്ളതല്ല അതിന് പരിഹാരം. നമ്മൾ നമ്മുടെ മനസ്സിനെ നിയന്ത്രിച്ച് വെക്കുക. അങ്ങനെ നിയന്ത്രിച്ചാൽ എന്താണ് ഗുണം? അങ്ങനെ ക്ഷമ കാണിച്ചാൽ എന്താണ് ഗുണം? നമ്മുടെ ഹൃദയത്തെ, മനസ്സിനെ നിയന്ത്രിച്ചു കഴിഞ്ഞാൽ എന്താണ് ഗുണം? അത് പരലോകത്ത് മാത്രമാണോ ആ ഗുണമുള്ളത്? ഇതാണ് നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. ഇങ്ങനെ ക്ഷമിച്ചു കഴിഞ്ഞാൽ ശക്തനാകും ഈ ദുനിയാവിലും ആഖിറത്തിലും എന്നുള്ളതാണ് ഈ ഹദീസിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അത് നമുക്ക് ഉറപ്പ് വേണം. ആ കാര്യം നമുക്ക് ഉറപ്പാണ്. എങ്ങനെ ഉറപ്പ് വരിക? അള്ളാഹുവിൻ്റെ റസൂലും അള്ളാഹു പറഞ്ഞതാണ് എന്നതുകൊണ്ട് നമുക്ക് ഉറപ്പുണ്ട്. രണ്ടാമത്, നമ്മുടെ അങ്ങനെയുള്ള അനുഭവങ്ങളുണ്ട്. പ്രവാചകന്മാരുടെ കൂട്ടത്തിൽ, അതുപോലെ തന്നെ സഹാബിമാരുടെ കൂട്ടത്തിലൊക്കെ അങ്ങനെയുള്ള അനുഭവങ്ങളുണ്ട്. ക്ഷമിച്ചതിൻ്റെ ഫലം ലഭിച്ചവരുണ്ട്, ശക്തരായവരുണ്ട്, അശക്തരായിരുന്നു, മരുഭൂമിയിലൂടെ വലിച്ചേച്ച് കൊണ്ടുപോയവരായിരുന്നു. വലിച്ചേച്ച് കൊണ്ട് അത്രയും അശക്തർ, ആരും ഒന്നും പറയാൻ കഴിയാത്ത ആളുകളായിരുന്നു അവർ. അവിടെ ക്ഷമ കാണിച്ചു ബിലാൽ റളിയല്ലാഹു അൻഹു അല്ലേ, അല്ലാഹു അഹദ് എന്ന് പറഞ്ഞുകൊണ്ട് ക്ഷമിക്കുകയായിരുന്നു അല്ലേ. അങ്ങനെ അങ്ങനെ ക്ഷമിച്ച ആളാണ് പിന്നീട് ഈ വലിച്ചു കൊണ്ടുപോയ ആളുടെ പാരമ്പര്യത്തിൽപ്പെട്ട ആളുകളുടെ മുഴുവനും മുമ്പിൽ വെച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ റസൂൽ വഅൈന ബിലാൽ, എവിടെയാണ് ബിലാൽ എന്ന് പറഞ്ഞിട്ട് ബിലാൽ റളിയല്ലാഹു അൻഹു ഒരു ആദരം കൊടുക്കുകയാണ്. ആ കഅബാലയത്തിൻ്റെ മുകളിൽ പോയിട്ട് നീ വിജയാഹ്ലാദത്തിൻ്റെ വാക്കുകൾ ഉച്ചരിക്കുക എന്ന് പറയുന്നത്. അപ്പോൾ അവരുടെ ജീവിതത്തിൽ തന്നെ അത് കണ്ടു. അവർ ശക്തനായി. ആ ബിലാൽ റളിയല്ലാഹു അൻഹു അന്ന് ഏറ്റവും വലിയ ശക്തൻ എന്ന് അള്ളാഹുവിൻ്റെ റസൂല് പറയാതെ പറഞ്ഞു കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ നമ്മുടെ പ്രവാചകന്മാരുടെ ജീവിതത്തിലൊക്കെ ഒരുപാട് കാണും, അത് ഞാൻ പറയാം. അപ്പോൾ എന്ത് ലഭിക്കും ക്ഷമിച്ചു കഴിഞ്ഞാൽ? ഒന്നാമത്തെ ലഭിക്കാൻ പോകുന്നത് ഇന്നല്ലാഹ യുഹിബ്ബുസ് സാബിരീൻ, ക്ഷമാലുക്കളുടെ കൂട്ടത്തിൽ അള്ളാഹുവിൻ്റെ ഇഷ്ടം ശ്രമിക്കുന്നവർക്കാണ്. അള്ളാഹു ആരെയാണ് ഇഷ്ടപ്പെടുന്നത്? ഇന്നല്ലാഹ യുഹിബ്ബുസ് സാബിരീൻ, ക്ഷമാലുക്കളെയാണ് അള്ളാഹു ഇഷ്ടപ്പെടുന്നത്. അള്ളാഹിൻ്റെ ഇഷ്ടം കിട്ടിക്കഴിഞ്ഞാൽ വേറെ ആളുകൾ എത്ര നമ്മുടെ ഈബത്തും നമീമത്തും പറഞ്ഞിട്ട് നമ്മളെ പരിഹസിച്ച് നടന്നാലും നമുക്കൊരു പ്രശ്നമാവരുത്, ആവുകയില്ല എന്നുള്ളതാണ്. നമ്മളൊരു പക്ഷേ ടെൻഷൻ ഉണ്ടാകും, ദേഷ്യം, പ്രയാസം ഉണ്ടാവും, ഒക്കെ ഉണ്ടാവും. അതൊക്കെ നിയന്ത്രിക്കാൻ പഠിക്കുക. ദേഷ്യം വരും, പലപ്പോഴും പൊട്ടിത്തെറിക്കണമെന്ന് തോന്നും, അതൊക്കെ സംഭവിക്കും. ഇങ്ങനെയൊക്കെ നമ്മളെപ്പറ്റി പറയുമ്പോൾ നമ്മൾ പൊട്ടിത്തെറിക്കണമെന്ന് തോന്നിപ്പോകും. നമ്മുടെ ജീവിതത്തിലൊക്കെ ചിലപ്പോൾ ഒരു പക്ഷേ അനുഭവിച്ചിട്ടുണ്ടാകും. പക്ഷെ അവിടെയൊക്കെ കഠിനമായ ക്ഷമയിലൂടെ നമ്മൾ മുന്നോട്ട് പോവുകയാണ് ജീവിതത്തിൽ ഒരുപാട് ഐശ്വര്യം അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകിക്കൊണ്ടേയിരിക്കും. എന്താ കാരണം? അങ്ങനെ ക്ഷമിച്ചതിൻ്റെ പേരിൽ അള്ളാഹ് നമ്മളെ ഇഷ്ടപ്പെടും എന്നുള്ളത് കൊണ്ടാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ഇഷ്ടപ്പെടും എന്നുള്ളത് കൊണ്ടാണ്. അപ്പോൾ അതുപോലെ തന്നെ പിന്നെന്താണ് നമുക്ക് ലഭിക്കാൻ പോകുന്നത്? ഇന്നല്ലാഹ യുഹിബ്ബുസ് സാബിരീൻ, അങ്ങനെ ക്ഷമിക്കുന്ന ആളുകൾക്കാണ് അള്ളാഹുവിൻ്റെ ഇഷ്ടമുണ്ടാവുക എന്നുള്ളത്. അതുപോലെ തന്നെ വേറൊന്നും നമ്മൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, എപ്പോഴും നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, ഇന്നല്ലാഹ മഅസ് സാബിരീൻ, ക്ഷമാലുക്കളുടെ കൂടെ ആരുണ്ടാകും? അള്ളാഹു സുബ്ഹാനഹു വ തആല ഉണ്ടാകും. ആരില്ല എങ്കിലും, ആരൊക്കെ കുടുംബത്തിൽ നിന്നും നാട്ടിൽ നിന്നും അതുപോലെ തന്നെ നമ്മുടെ കൂട്ടത്തിൽ നിന്നൊക്കെ നമ്മളെ പരിഹസിച്ച് ഗീബത്തും നമീമത്തും പറഞ്ഞുകൊണ്ട് നമ്മളെ അകറ്റി നിർത്താൻ ശ്രമിച്ചാലും ഇന്നല്ലാഹ മഅസ് സ്വാബിരീൻ, അവിടെ ക്ഷമിക്കുന്ന ആളുകളുണ്ടോ, അവിടെ കൂടെ അള്ളാഹു ഉണ്ടാവും. ഈ വാക്ക് അള്ളാഹുവിൻ്റേതാണ്, പടച്ച റബ്ബിൻ്റേതാണ്. അതുകൊണ്ട് അതങ്ങനെ തന്നെ വിശ്വസിക്കണം. അങ്ങനെ തന്നെ വിശ്വസിച്ചിട്ട് ഇങ്ങനെ നമ്മളെ ഉപദ്രവിക്കാൻ വേണ്ടി അല്ലെങ്കിൽ നമ്മളെ ദേഷ്യപ്പെടുത്തുവാൻ വേണ്ടി ശ്രമിച്ചു കൊണ്ടിരിക്കുന്ന ആളുകളെ അള്ളാഹുവിന് വിട്ടുകൊടുക്കുക എന്നുള്ളതാണ് അവിടെ നമുക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യം. എന്നിട്ട് ക്ഷമയോടുകൂടി അവിടെ നേരിടുക എന്നുള്ളതാണ്. അങ്ങനെ അങ്ങനെ ക്ഷമിച്ചു കഴിഞ്ഞാൽ ഒരുപാട് ഗുണങ്ങളുണ്ട് എന്നുള്ളതാണ്. നമ്മളെ ഭൂമിയിൽ തന്നെ ശക്തനാകും, പരലോകത്ത് മാത്രമല്ല ഭൂമിയിൽ തന്നെ ശക്തരാകും എന്നുള്ളതാണ് നമുക്ക് അതിൽ നിന്ന് കാണാൻ കഴിയുന്ന കാര്യം. അപ്പോൾ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം ഒരുപാട് പ്രയാസങ്ങൾ സഹിച്ച ആളാണ്, അവിടെയൊക്കെ ക്ഷമിച്ച ആളാണ്. അതുപോലെ തന്നെ യാക്കൂബ് അലൈഹി സ്വലാത്തു വസ്സലാം അവിടെയൊക്കെ ക്ഷമിച്ച ആളുകളാണ്. പ്രവാചകന്മാരുടെ ക്ഷമയെക്കുറിച്ച് പറയുന്നത് സ്വബ്റൻ ജമീല, അത് മനോഹരമായ ക്ഷമയായിരുന്നു എന്നുള്ളതാണ്. മനോഹരമായ ക്ഷമ. അപ്പോൾ ജീവിതത്തിൻ്റെ മൊഞ്ച് എന്ന് പറയുന്നത്, ജീവിതത്തിൻ്റെ സൗന്ദര്യം എന്ന് പറയുന്നത് ക്ഷമയാണ് എന്നുള്ളതാണ്.
അങ്ങനെയാകുമ്പോഴാണല്ലോ ക്ഷമയോടുകൂടി അതിനെ നേരിടുമ്പോഴാണല്ലോ നമ്മുടെ ജീവിതത്തിനൊരു അഴകുണ്ടാകുന്നത്. അപ്പോൾ ജീവിതത്തിൻ്റെ അഴക് എന്ന് പറയുന്നത് ക്ഷമയാണ് എന്നാണ്. സ്വബ്രൻ ജമീല, മനോഹരമായിട്ട് ക്ഷമിക്കുക. അത് നമ്മുടെ വ്യക്തി ജീവിതത്തിലും കുടുംബജീവിതത്തിലും മാത്രമല്ല കേട്ടോ, സാമൂഹ്യ ജീവിതത്തിലും ഉണ്ടാകും. ഈ നാട്ടിൽ ഒരുപാട് പ്രയാസങ്ങൾ മുസ്ലിം സമുദായത്തിന് വരും, വന്നുകൊണ്ടിരിക്കുന്നു. അവിടെയൊക്കെ ക്ഷമയോടുകൂടി അതിനെ നേരിട്ട് കഴിഞ്ഞാൽ അത് സ്വബ്രൻ ജമീല, ജീവിതത്തിൽ സൗന്ദര്യമായിരിക്കും അത് എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ അള്ളാഹുവിൻ്റെ അനുഗ്രഹം, അന്തിമ വിജയം അത്തരം ക്ഷമാലുക്കൾക്കായിരിക്കും എന്നുള്ളതാണ്. ഒന്ന് ആലോചിച്ച് നോക്കി, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ കാര്യം ഒന്ന് എടുത്തു നോക്കൂ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്താണ് ആ കഴുത്തിലേക്ക് എന്ത് ചെയ്യുന്നത്, ഈ ചീഞ്ഞു നാറിയിട്ടുള്ള ഒട്ടകത്തിൻ്റെ കുടൽമാലകൾ എടുത്തിട്ട് ആ കഴുത്തിൽ അണിഞ്ഞു കൊടുക്കുന്നത്. നാറ്റമുള്ള, വാസനയുള്ള, അല്ലെങ്കിൽ ദുർഗന്ധം വമിക്കുന്ന ആ ഒരു കുടൽമാലകൾ കഴുത്തിലിടുമ്പോൾ ഏതൊരു മനുഷ്യനും പൊട്ടിത്തെറിക്കുവാൻ സാധ്യതയുള്ളൊരു നിമിഷമാണ്. അവിടെ അള്ളാഹുവിൻ്റെ റസൂൽ ക്ഷമിച്ചു എന്ന് മാത്രമല്ല, അതുകൊണ്ട് തന്നെ അതേ സ്ഥലത്ത് വെച്ചിട്ട് അള്ളാഹുവിൻ്റെ റസൂലിന് വിജയാഹ്ലാദം നടത്താൻ കഴിഞ്ഞു എന്ന് മാത്രമല്ല, ഈ ചെയ്ത ആളുകൾ മുഴുവനും അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ അനുയായികളായി വരുന്ന കാഴ്ചയാണ് പിന്നീട് നമുക്ക് കാണാൻ കഴിയുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഈ ദുനിയാവിൽ, ആഖിറത്തിലേക്കല്ല, ഈ ദുനിയാവിൽ നിന്ന് തന്നെ ക്ഷമയുടെ പ്രതിഫലനം കണ്ടുകൊണ്ടിരിക്കും എന്നുള്ളതാണ്. നമ്മുടെ ജീവിതത്തിൽ തന്നെ നമുക്ക് കാണാൻ കഴിയും എന്നുള്ളതാണ്. അത് ഭൗതികമായി അങ്ങനെ തന്നെയാണ്. നമ്മൾ ക്ഷമിച്ചു കഴിഞ്ഞാൽ പിന്നീട് അവരൊക്കെ ഒരുപക്ഷെ നമ്മുടെ മുമ്പിൽ വരും, അല്ലെങ്കിൽ അങ്ങനെ വരുന്ന അനുഭവമാണ് നമുക്കൊക്കെ കാണാൻ കഴിയുന്നത്. ഇത് റസൂലിൻ്റെ അനുഭവം നമ്മൾ പറഞ്ഞു. അതുപോലെ തന്നെ അങ്ങനെ ബിലാൽ റളിയല്ലാഹുവിൻ്റെ അനുഭവം നമ്മൾ പറഞ്ഞു. യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം അവസാനം രാജാവായിട്ടാണ് വരുന്നത് അവരുടെ മുമ്പിൽ. ക്ഷമയോടുകൂടി അഭിമുഖീകരിച്ചതിൻ്റെ പേരിൽ പിന്നീട് ഇവരുടെ മുമ്പിൽ രാജാവായിട്ടാണ്, ഭരണാധികാരിയായിട്ടാണ് പിന്നീട് കാണാൻ കഴിയുന്നത്. അപ്പോൾ ക്ഷമ എന്ന് പറയുന്നത് അല്ലാഹു സുബ്ഹാനഹു തആല ഈ ദുനിയാവിൽ നിന്ന് തന്നെ അതിൻ്റെ പ്രതിഫലം നൽകുന്ന അവസ്ഥയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അള്ളാഹു ഭൂമിയിൽ നമ്മൾ ക്ഷമിക്കുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു തആല അതിൻ്റെ പ്രതിഫലം ഈ ഭൂമിയിൽ വെച്ചുകൊണ്ട് തന്നെ നമുക്ക് തരുമെന്നുള്ള. ആസിയ ബീവിനെ കുറിച്ച് നമുക്കറിയാം അല്ലേ. ആസിയ ബീവി ഫിർഔൻ്റെ കൊട്ടാരത്തിൽ എത്രമാത്രം അനുഭവിച്ചു, എത്രമാത്രം പഴുത്ത ഇരുമ്പ്, ചൂടാക്കിയ ഇരുമ്പ് അതുകൊണ്ട് അവരുടെ ശരീരത്തിൽ വെക്കുകയുണ്ടായി. അതൊക്കെ ചെയ്തു. അവിടെയൊക്കെ ആസിയ ബീവി ക്ഷമിക്കുകയാണ്. പകരം എന്ത് കൊടുത്തു? ഖിയാമം വരെ ഈ ദുനിയാവിലെ മുഴുവൻ മനുഷ്യർക്കും മാതൃകയായിട്ടൊരു സ്ത്രീയെ പറയുന്നു. അതാരാണ്? ആസിയ ബീവിയാണ്. അതുപോലെ തന്നെ അവർ പ്രാർത്ഥിച്ച ആ പ്രാർത്ഥന, അള്ളാഹു പരലോകത്ത് വലിയൊരു കൊട്ടാരം, സ്വർഗത്തിലൊരു ഒരു കൊട്ടാരം നൽകാൻ എന്ന് പറയുന്നു. അപ്പോൾ ഇത് ഈ അവരാഗ്രഹിച്ചത് അതാണ്. എനിക്ക് ഈ വീടല്ല, ഇതല്ല എൻ്റെ കൊട്ടാരം, സ്വർഗത്തിൽ എനിക്കൊരു വീട് വേണം എന്നുള്ളതാണ്. അതും അവർക്ക് നൽകുന്നു. അതുപോലെ തന്നെ അതിനൊക്കപ്പുറം ഈ ദുനിയാവിൽ തന്നെ ഖിയാമം വരെ മുഴുവൻ മനുഷ്യർക്കും മാതൃക, ആണിനും പെണ്ണിനും മാതൃകയായിട്ട് ആസിയ ബീവിയെ പറയുന്നത് എന്തുകൊണ്ടാണ്? ആസിയ ബീവിയുടെ ക്ഷമയാണ് അതിന് കാരണം എന്നുള്ളതാണ്. ആ ക്ഷമ ജീവിതത്തെ അത്രയും സൗന്ദര്യവൽക്കരിക്കും എന്നുള്ളതാണ് അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇപ്പോൾ അതുപോലെ തന്നെ നമുക്കറിയാം, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ത്വായിഫിൽ നിന്നുള്ള അനുഭവം കല്ലേറ് കൊള്ളുന്നു. അവിടെ ഉപദ്രവമാണ്, മാനസിക മാത്രമല്ല ശാരീരികമായ ഉപദ്രവമാണ്. ആ ഉപദ്രവം നടക്കുമ്പോൾ അവിടെ മലക്കുകൾ വരുന്നുണ്ടല്ലോ, ഇത് മുഴുവൻ നശിപ്പിച്ച് കളയാം എന്ന് പറയുന്നുണ്ടല്ലോ. പക്ഷേ അവിടെ ഒന്നും അള്ളാഹുവിൻ്റെ റസൂൽ അതിനനുവദിക്കാതെ അള്ളാഹുവിൻ്റെ റസൂല് ആ ക്ഷമയോടുകൂടി അതിനെ നേരിടുകയാണ് ചെയ്യുന്നത്. ഇത് പകരം എന്ത് കിട്ടി? അവരൊക്കെ ഇസ്ലാമിലേക്ക് വരുന്നു എന്ന് മാത്രമല്ല, ഇസ്ലാമിൻ്റെ പ്രബോധകരായി വരുന്നു. ത്വായിഫിൽ നിന്നുള്ള ഒരാളാണ് ഇന്ത്യയിലേക്ക് ഇസ്ലാമിൻ്റെ പ്രബോധനം നടത്തി വന്നിട്ടുള്ളത് ആദ്യം എന്നുള്ളതൊക്കെ നമുക്ക് ചരിത്രത്തിൽ നമുക്ക് വായിക്കാൻ കഴിയുന്നുണ്ട്. അപ്പോൾ ഇന്ത്യയിലേക്ക് വരുന്ന ആളുകളിൽ കൂട്ടത്തിൽ അപ്പോൾ അങ്ങനെ ഇസ്ലാമിൻ്റെ സേവകരായിട്ടും ഇസ്ലാമിൻ്റെ പ്രചാരകരായിട്ടുമൊക്കെ അവർ മാറുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. ഇത് പ്രവാചകന്മാരുടെ കാലത്ത് മാത്രമല്ല കേട്ടോ. ഇപ്പോൾ സൈനബുൽ ഗസാലി നമ്മൾ നോക്ക്, സ്ത്രീയാണ്, 70 വയസ്സ് പ്രായമൊക്കെയാണെന്നാണ് പറയുന്നത്. ആ പ്രായത്തിൽ വരെ അവരെ ഈജിപ്തിലെ ഭരണാധികാരികൾ എത്രമാത്രം പീഡിപ്പിച്ചിട്ടുണ്ട്. വരാന്തയിലൂടെ നടന്നു പോകുമ്പോൾ രണ്ട് സൈഡുകളിലും മനുഷ്യരെ പച്ചക്ക് ആണിയിലടിച്ചു തൂക്കി പെട്ടയുന്ന മനുഷ്യരെ കാണിച്ചു കൊടുത്തുകൊണ്ടാണ് അവർ പോകുന്നത്. ഇല്ല, ഈ ആശയത്തിൽ നിന്ന് നീ മാറുന്നില്ല എങ്കിൽ ഇതായിരിക്കും നിൻ്റെ അവസ്ഥ എന്നുള്ളത് കാണിച്ചു കൊടുത്തുകൊണ്ടാണ് അവരെ ജയിലിലേക്ക് കൊണ്ടുപോകുന്നത്. ജയിലിലേക്ക് കൊണ്ടുപോകുമ്പോൾ അവരെ തല കീഴാക്കിയിട്ട് അടിയിലേക്ക് ഇറക്കി വെക്കുകയും അങ്ങനെ കെട്ടിത്തൂക്കി വെക്കുകയും അടിയിൽ നിന്ന് വലിയ നായകളെ പറഞ്ഞു വിടുകയും
ചെയ്യുന്ന ഭീകരമായ അവസ്ഥകളൊക്കെ അനുഭവിക്കുകയാണ്. അങ്ങനെയുള്ള ജയിൽ അനുഭവങ്ങളൊക്കെ അവർ നേരിടുകയാണ്. എന്നിട്ടും അവർ ക്ഷമിച്ചു എന്നുള്ളതാണ്. എന്നിട്ട് എന്തുണ്ടായി? ലോകത്ത് ഇവിടെ ആർക്കെങ്കിലും ആ അക്രമികളെ അറിയുമോ? ആരെങ്കിലും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടോ? അവരാരെങ്കിലും അവരുടെ ചരിത്രം ആരെങ്കിലും ആവർത്തിച്ച് ആസ്വദിക്കുന്നുണ്ടോ? അല്ലെങ്കിൽ അനുഭവിക്കുന്നുണ്ടോ? ഇല്ല. എന്നാൽ സൈനബുൽ ഗസാലിയെ ലോകം മുഴുവനും ആദരിക്കുന്നു. അവരെ ഇപ്പോഴും അവർക്ക് വേണ്ടിയിട്ട് അനേകായിരം മനുഷ്യർ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നു എന്നുള്ളത് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ അതുപോലെ തന്നെ ഹസനുൽ ബന്നയുടെ കാര്യം, അപ്പോൾ ഈ കാലത്തുള്ള എല്ലാ ആളുകളും അങ്ങനെ അനുഭവിച്ചിട്ടുണ്ട്. അതിൻ്റെയൊക്കെ പ്രതിഫലം അവർ നേടുകയും ചെയ്തിട്ടുണ്ട്. ഒരുപാട് മദ്ഹബിൻ്റെ ഇമാമുമാർ ആ കാലഘട്ടത്തിലെ രാജാക്കന്മാരിൽ നിന്ന് പീഡനങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്, അക്രമം അനുഭവിച്ചിട്ടുണ്ട്. അവരൊക്കെ അതിനെ ക്ഷമയോടുകൂടിയാണ് അതൊക്കെ നേരിട്ടിട്ടുള്ളത്. നഗ്നത കാണും വരെ അവർ പല പണ്ഡിതന്മാരെയും അടിച്ച് ആക്രമിക്കുന്ന കാഴ്ച നമുക്ക് ചരിത്രത്തിൽ കാണാൻ കഴിയും. എന്നാൽ ഈ അക്രമികളായ രാജാക്കന്മാരുടെ ആരുടെയെങ്കിലും പേര് നിങ്ങൾക്കറിയുമോ? എന്നാൽ ഈ മദ്ഹബിൻ്റെ ഇമാമുകൾ ലക്ഷക്കണക്കിന് മനുഷ്യരാണ് അവരുടെ മയ്യത്ത് നമസ്കരിച്ചത് എന്നുള്ളതാണ്. 40 ലക്ഷം മനുഷ്യർ ലോകം മുഴുവനും അങ്ങനെയുള്ള മദ്ഹബിൻ്റെ ഇമാമുകളുടെയൊക്കെ മയ്യത്ത് നമസ്കരിക്കുന്നത് നമുക്ക് ചരിത്രത്തിൽ വായിക്കാൻ കഴിയും. അതോടെ മാത്രം തീർന്നില്ലല്ലോ, ഖിയാമം വരെ അവർക്ക് അനുയായികൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഈ രാജാക്കന്മാർക്ക് അവരുടെ രാജഭരണം കഴിയുന്നതിന് മുമ്പ് തന്നെ പല ആളുകളുടെയും അനുയായികളൊക്കെ ഇട്ടെറിഞ്ഞു പോകുന്ന കാഴ്ചയുമാണ് കാണുന്നത്. അപ്പോൾ ക്ഷമാലുക്കൾ അവരുടെ ജീവിതം സൗന്ദര്യമുള്ളതായിരിക്കും, മരണവും മരണാനന്തരവും സൗന്ദര്യമുള്ളതായിരിക്കും എന്നുള്ളതാണ് ഈ ഹദീസിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് ആ രീതിയിൽ തന്നെ നമ്മുടെ ജീവിതത്തിൻ്റെ ശക്തി എന്ന് പറയുന്നത്, ജീവിതത്തിൻ്റെ സൗന്ദര്യം എന്ന് പറയുന്നത് മനസ്സിനെ നിയന്ത്രിക്കലാണ്. ലൈസ ഷദീദു ബിസുർഅതി, നമ്മൾ കോപിച്ച് ചാടൽ അല്ലെങ്കിൽ ഒരു മൽപ്പിടുത്തക്കാരൻ ഒരിക്കലും തന്നെ ശക്തനല്ല ഈ കാര്യത്തിൽ. ഈ രീതിയിൽ പറയുമ്പോൾ ഇന്നമ ഷദീദു, വിശ്വാസി ശക്തനാകുന്നത് അല്ലദീ യംലിക്കു നഫ്സഹു, അവൻ്റെ ഹൃദയത്തെ അവൻ നിയന്ത്രിക്കുമ്പോഴാണ്, ഇൻദ ഒളബി, അവൻ ദേഷ്യം വരുന്ന സന്ദർഭത്തിൽ എന്നുള്ളതാണ്. അപ്പോൾ ഈ ഹദീസിനെ ആ രീതിയിൽ മനസ്സിലാക്കുക. നമുക്ക് പിന്നെയും പറയുന്നു, പരീക്ഷണങ്ങൾ വരും, രോഗങ്ങൾ വരും, മക്കളെ നഷ്ടപ്പെടും, അതുപോലെ തന്നെ സമ്പത്ത് നഷ്ടപ്പെടും, ഒക്കെ സംഭവിക്കാം പരീക്ഷണമായിട്ട്. അവിടെയൊക്കെ ക്ഷമയോടുകൂടി അള്ളാഹുലേക്ക് കൂടുതൽ അടുക്കുകയാണെങ്കിൽ വീണ്ടും അള്ളാഹു സുബ്ഹാനഹു തആല പല രീതിയിലുള്ള ഖൈറും ബർക്കത്തും നമ്മുടെ ജീവിതത്തിലേക്ക് വരും. അതോടൊപ്പം തന്നെ നമ്മളെ പരിഹസിക്കുന്നവരുണ്ടാകും, നമ്മളെ ദേഷ്യപ്പെടുത്തുന്നവരുണ്ടാകും, നമ്മുടെ ഈബത്തും നമീമത്തും പറയുന്ന ആളുകൾ നമ്മുടെ കൂട്ടത്തിലും കുടുംബത്തിലും ഒക്കെ ഉണ്ടാകും. അവിടെയൊക്കെ അള്ളാഹുവിന് വിട്ടുകൊടുക്കുക, എന്നിട്ട് ക്ഷമയോടുകൂടി അതിനെ നേരിടുക. അങ്ങനെയാവുമ്പോൾ അള്ളാഹു നമ്മുടെ ജീവിതത്തിൽ ഖൈറും ബർക്കത്തും നൽകും, ഐശ്വര്യം നൽകും, നമ്മുടെ ജീവിതത്തിന് സൗന്ദര്യം നൽകും എന്നുള്ളതാണ്. അതാണ് നമ്മുടെ ജീവിത അനുഭവം അതാണ്. അതുപോലെ തന്നെ അതിൽ അള്ളാഹു നമ്മുടെ കൂടെയുണ്ടാകും. അള്ളാഹു ഏറ്റവും ഇഷ്ടപ്പെടുന്ന ദാസന്മാരിൽ നമ്മൾ ഉൾപ്പെടും എന്നുള്ളതാണ് വിശുദ്ധ ഖുർആൻ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന കാര്യവും. അള്ളാഹു സുബ്ഹാനഹു വ തആല അങ്ങനെയുള്ള സ്വാബിരീങ്ങളുടെ കൂട്ടത്തിൽ നമ്മെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. പടച്ച റബ്ബ് സുബ്ഹാനഹു വ തആല നല്ല സ്വഭാവത്തിൻ്റെ ഉടമകളാക്കി തരുമാറാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഹൃദയത്തെ വിശാലമാക്കി തരുമാറാകട്ടെ. അല്ലാഹുമ്മ യസ്സിർ ഉമൂരി വവസ്സി ഖുലൂബന, ഞങ്ങളുടെ ഹൃദയത്തെ അള്ളാഹുവെ വിശാലമാക്കി തരണേ നാഥ. പഠിച്ചവനെ, ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയിട്ടുള്ള ഞങ്ങളുടെ ഉമ്മ ഉപ്പ അവർക്കെല്ലാവർക്കും മാഫിറത്തും മർഹമത്തും നൽകണേ നാഥ. പഠിച്ചവനെ, ഞങ്ങളുടെ റസൂല് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഞങ്ങൾക്ക് നല്ലൊരു വാക്ക് നൽകിയിട്ടുണ്ട്. നല്ല ആത്മാക്കൾക്ക് ഖബറിലേക്ക് സ്വർഗത്തിൽ നിന്ന് ഒരു കവാടം തുറന്നു കൊടുക്കുമെന്ന്. റബ്ബേ, ഞങ്ങൾക്ക് കണ്ട് പൂതി തീരാത്ത, നമുക്ക് നോക്കി കൊതി തീരാത്ത ഞങ്ങളുടെ മാതാപിതാക്കൾ, പഠിച്ചവനെ, അവരുടെ ഖബറിലേക്ക് നീ സ്വർഗത്തിൽ നിന്നൊരു കവാടം തുറന്നു കൊടുക്കണമേ റബ്ബേ. അവരെയും ഞങ്ങളെയും നീ സ്വർഗത്തിൽ വെച്ചിട്ട് ഒരുമിച്ച് കൂട്ടണേ നാഥ. اللهم اجعل قبورهم روضة من رياض الجنة. اللهم افتح لهم بابا من الجنة. اللهم اشرب لهم شربة من الجنة. اللهم زدنا علما نافعا وعملا متقبلا ورزقا حلالا طيبا. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين آمين برحمتك يا أرحم الراحمين. السلام عليكم ورحمة الله وبركاته.